സഹോദരി സഹോദരന്മാരെ, രക്ഷാകർത്താക്കളെ, നമ്മുടെ വൈപ്പിൻകരയിലെ പ്രസിദ്ധമായ നായമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിൻ്റെ ശതജ്വാലയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഭൂതകാല ചരിത്രവും പാരമ്പര്യവും പ്രശസ്തിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ വിദ്യാലയത്തിന് ഓർക്കാനും ഓമനിക്കാനും ആദരിക്കാനുമുള്ള അനുഭൂതികളും ഏറെയുണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ നാളെ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ മന്ത്രിസഭാ യോഗം ഉൾപ്പെടെയുള്ള സുപ്രധാനമായ വിവിധ യോഗങ്ങളിലും ചടങ്ങിലും പങ്കെടുക്കേണ്ടതുകൊണ്ട് നാളെ അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. അതുകൊണ്ട് നേരിൽ വന്ന് നിങ്ങളെ എല്ലാവരെയും കാണാനും സംസാരിക്കാനും സാധിക്കാത്തതിൽ വിഷമമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം, വിദ്യാലയം, അതെല്ലാം ഇന്ത്യയിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ സംസ്ഥാനം. ആ പ്രവർത്തനങ്ങളിൽ ഓരോ സ്രോതസ്സുകളും അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നിങ്ങളുമെല്ലാം അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ കോവിഡ് മഹാമാരി ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് ഒരു തടസ്സമുണ്ടാകരുത് എന്ന് ലക്ഷ്യബോധത്തോടെ പ്രതിബദ്ധതയോടെ തീരുമാനിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉറച്ച ആത്മധൈര്യമാണ് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഇത്രയേറെ അംഗീകാരവും പ്രശസ്തിയും നേടിയെടുക്കാൻ അവസരമുണ്ടാക്കിയത്. തീർച്ചയായും അതിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെ ഭാഗവാക്കുകളായി നിങ്ങളെ എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷത വഹിക്കുന്നത് കെ.എൻ. ഉണ്ണികൃഷ്ണൻ, സഭയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകനും സുഹൃത്തും സഹോദരനുമാണ്. അതൊരു ഉദ്ഘാടകനാണെങ്കിൽ ഞങ്ങൾക്കെല്ലാം തന്നെ ഏറെ പരിചയവും ബന്ധമുള്ള ഹൈവി ഈഡൻ MP, അതുപോലെ മറ്റ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. പേരെടുത്ത് പറയേണ്ട നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. ഉദ്ഘാടന സമ്മേളനം, ശതാബ്ദി ഗാനാലാപനം തുടങ്ങി ബഹുമുഖമായ നിരവധി പരിപാടികൾ കൊണ്ട് സമൃദ്ധമാണ് നിങ്ങളുടെ ഉദ്ഘാടന പരിപാടികളും ആഘോഷ പരിപാടികളും. അതെല്ലാം തന്നെ ആ പ്രദേശത്തെ ഭൂതകാല ചരിത്രത്തെക്കുറിച്ച് ഓർമ്മിക്കാനും ആദരിക്കാനുമുള്ളൊരു ചടങ്ങായി വിജയകരമായി സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുക.